ബലം അഥവാ ഫോഴ്സ് എന്ന ഭാഗമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ബലം എന്ന ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന് ഒരു വണ്ടിയിൽ ചാക്കുകളൊക്കെ വെച്ചിട്ട് ഒരാൾ വലിച്ചു കൊണ്ടുവന്നത്, മറ്റൊന്ന് ഈ ഭാഗത്ത് കാറ് തള്ളിക്കൊണ്ടുപോകുന്നത് കാണാം, ഇവിടെ ചുമര് തള്ളുന്നത് കാണാം, ടേബിൾ വലിച്ചു നീക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ബലം പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിലേതായിരിക്കും ശരിക്കും ബലം ആയിട്ടുള്ളത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയുന്നത്? അതായത് ഈ വലിച്ചു കൊണ്ടുപോകുന്ന ആൾ ഒരു വെയിറ്റുള്ളൊരു വസ്തു, മാസുള്ളൊരു വസ്തുവിനെ എന്ത് ചെയ്യാണ്, നീക്കുന്നുണ്ട്, അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ചലിപ്പിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ ഇവിടെ ചലിക്കാതെ നിൽക്കുന്ന കാറിനെ ചലിപ്പിക്കുകയാണ്. അതേപോലെ ഇവിടെയും ഈ ടേബിൾ എന്താണ്, ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ ചുമര് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചുമരിന് ചലനം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു ബലമല്ല, ബാക്കിയെല്ലാം ബലപ്രയോഗമാണ്, ഫോഴ്സ് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബലം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികളെയല്ലേ അപ്പോൾ കളിക്കുന്ന ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമുക്ക് കാണാം, ഫുട്ബോൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഫുട്ബോളിനെ കാലുകൊണ്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചലിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബലത്തെ ഇങ്ങനെ പറയാൻ പറ്റും, അതായത് ചലിക്കാതിരിക്കുന്ന നിശ്ചലമായ ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്ന ഒന്നാണ് ബലം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അതിനെന്ത് ചെയ്യുന്നു, ചേഞ്ച് ഇൻ ടു മോഷൻ. ആൻ ഒബ്ജക്റ്റ് ഇൻ റെസ്റ്റ് ചേഞ്ചസ് ഇൻ ടു മോഷൻ. അതിന് കാരണമാകുന്നത് എന്താണോ അത് ബലമാണ്, ഫോഴ്സാണെന്ന് പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ട് ഉരുണ്ടുകൊണ്ട് വന്നിരിക്കുന്ന ഫുട്ബോളിൽ നമ്മൾ കാല് കൊണ്ട് തടഞ്ഞ് നിർത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നിശ്ചലമാക്കുകയാണ്. അതായത് ദ ഫോഴ്സ് ഇറ്റ് ക്യാൻ ചേഞ്ച് എ മൂവിങ് ഒബ്ജക്റ്റ് ഇൻ ടു റെസ്റ്റിലോട്ട് മാറ്റാൻ കഴിയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ കഴിയും ഇല്ലേ. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിനെ നമ്മൾ എന്ത് ചെയ്യും, അടിച്ചിട്ട് മറ്റൊരു ഡയറക്ഷനിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതും ഫോഴ്സാണ്, ഫോഴ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിനെ പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്നെന്താണ്, നിശ്ചലമായിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കുക, മറ്റൊന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കുന്നു, മറ്റൊന്ന് നേർരേഖ ചലനത്തിൽ, അതായത് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചപ്പാത്തി പത്തിരി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉരുള എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, ബലമാണ്, ഫോഴ്സാണ്. അപ്പോൾ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സിനെ നിർവചിക്കാൻ പറ്റും. ദ ഫോഴ്സ് ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് അല്ലേ ഇവിടെ മാറുന്നത്, അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട് അല്ലേ, ആ ഉരുളയുടെ ഷേപ്പ് മാറി. അപ്പോൾ അതും ഫോഴ്സ് തന്നെയല്ലേ പ്രസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്പോഞ്ച് എടുത്തിട്ട് അതിൽ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ചെറുതാക്കാൻ പറ്റും അല്ലേ. സ്പോഞ്ചിൻ്റെ സൈസ് നമുക്ക് വളരെ ചെറുതാക്കി പിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, സൈസിനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇറ്റ് ക്യാൻ ചേഞ്ച് സൈസ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നിർവചനങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് ഫോഴ്സിനെ, ബലത്തെ നിർവചിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം റെസ്റ്റ് ഇൻ ടു മോഷൻ, ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം മോഷൻ ഇൻ ടു റെസ്റ്റ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ, ഇറ്റ് ക്യാൻ ചേഞ്ച് സൈസ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ഷേപ്പ്. ഈ രീതിയിലൊക്കെ നമുക്ക് ഫോഴ്സിനെ നിർവചിക്കാം. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ബോൾ പിടിച്ചിട്ട് റെസ്റ്റിലോട്ട് വരുത്തുന്നത്, അതായത് നിശ്ചലമാക്കുകയാണ്. ഇവിടെ മറ്റൊന്ന് എന്താണ്, ഷേപ്പ് മാറ്റുന്നുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഷേപ്പ് മാറ്റുന്നു. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണ്, ഇവിടെയും ഡയറക്ഷൻ ചെയ്യും, ദിശ മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക പറഞ്ഞാൽ ചലനത്തിൻ്റെ ദിശ മാറ്റുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് സമ്പർക്ക ബലം, അതേപോലെ സമ്പർക്കരഹിത ബലം. അതായത് കോണ്ടാക്റ്റ് ഫോഴ്സാണ് സമ്പർക്ക ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോണ്ടാക്റ്റിലൂടെയുള്ള ഫോഴ്സ്, നമ്മൾ ഈ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ബലം പ്രയോഗിക്കുമ്പോൾ, ബലം പ്രയോഗിക്കുന്ന ആൾ ആ വസ്തുവിൻ്റെ എവിടെയാണോ ബലം പ്രയോഗിക്കുന്നത് ആ വസ്തുവിൽ നമ്മൾ കൈകൊണ്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ കാലുകൊണ്ട് അപ്ലൈ ചെയ്യുകയാണ്. അത് തൊട്ടുകൊണ്ടാണ്, ടച്ചിലൂടെ വരുന്നതാണ്. അങ്ങനെയുള്ളതാണ് സമ്പർക്ക ബലം. കോണ്ടാക്റ്റിലൂടെയാണ് വരുന്നത്, അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും,
കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കും. എന്നാൽ സമ്പർക്കരഹിത ബലം എന്ന് പറയുകയാണെങ്കിൽ ടച്ച് ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ബലം പ്രയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ കാന്തം കണ്ടിട്ടുണ്ട്, മാഗ്നറ്റ് അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റുകൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതായത് ആകർഷണ ബലമുണ്ട്, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്, അതായത് വികർഷണ ബലം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവിടെ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെയാണ് ഈ ബലങ്ങൾ നടക്കുന്നത്, ഈ ബലം പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സാണ്. അതിന് മറ്റൊരു എക്സാമ്പിളാണ് എന്ത്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലൂടെ എർത്ത് മുകളിൽ നിന്നിപ്പോൾ തേങ്ങ വീഴണമെങ്കിൽ അത് നേരെ എർത്തിലോട്ട് തന്നെ പതിക്കുന്നത് എന്തുകൊണ്ടാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലൂടെയാണ് അല്ലേ. അതുപോലെ ഏതൊരു വസ്തുവും താഴോട്ട് പതിക്കുമ്പോൾ അവിടെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ അതും എന്താണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അത് എന്താണ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സാണ്. അവിടെ ടച്ചൊന്നുമില്ല, തനിയെ അങ്ങോട്ട് വന്ന് ആകർഷണമാണ്, അട്രാക്ഷനാണ്. അങ്ങനെയുള്ള ഫോഴ്സാണ് എന്ത് പറയുന്നത്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് വിളിക്കാം, സമ്പർക്കരഹിത ബലമെന്ന് നമുക്ക് മലയാളം മീഡിയത്തിൽ പഠിക്കാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, മാങ്ങ താഴേക്ക് വീഴുന്ന ഭൂമിയുടെ ആകർഷണ ബലം അത് സമ്പർക്കത്തിലൂടെയാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമ്പർക്കത്തിലല്ലാതെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇലകൾ ആടിയുലയുന്നത് സമ്പർക്കം ആണോ അല്ലയെന്ന് ഡൗട്ട് വരും. പക്ഷേ ഇതിവിടെ എന്തുണ്ട്, വിൻഡ് വരുന്നുണ്ട്, വിൻഡിൻ്റെ ടച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അത് സമ്പർക്കം. ഇപ്പോൾ നോക്കിക്കുക, ഈ ബുക്കിൻ്റെ പേജുകൾ അനങ്ങുന്നത് കാറ്റടിച്ചതുകൊണ്ടാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്, സമ്പർക്കം തന്നെയാണ്, അത് കോണ്ടാക്റ്റ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള രണ്ട് വിധത്തിലാണ് ഫോഴ്സ്, അതായത് കോണ്ടാക്റ്റ് ഫോഴ്സ് വരുന്നുണ്ട്, മറ്റൊന്ന് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ്. കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് കോണ്ടാക്റ്റ് ഫോഴ്സ്, അതായത് സമ്പർക്ക ബലം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് നടക്കുന്ന ബലപ്രയോഗത്തിനെയാണ് സമ്പർക്ക ബലം എന്ന് പറയുന്നത്. എന്നാൽ സ്പർശനത്തിലൂടെ അല്ലാതെ ഉള്ള ബലപ്രയോഗമാണ് എന്ത്, സമ്പർക്കരഹിത ബലം. അതിനെ നമുക്ക് കാന്തങ്ങൾ തമ്മിലുള്ള ആകർഷണ വികർഷണ ബലം, അതുപോലെ ഭൂമിയുടെ ആകർഷണ ബലം, ഇതെല്ലാം എന്തായിട്ട് എടുക്കാൻ പറ്റും, സമ്പർക്കരഹിത ബലം, അതായത് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് ഘർഷണ ബലമാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തൊട്ടും മേലെയായിട്ട് കാണുന്നുണ്ട്, ബലം കണ്ടെത്തിയത് ആരാണ്, ഐസക് ന്യൂട്ടനാണ്. അതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ അഥവാ എന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും നമുക്ക് ഘർഷണബലത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ സ്പർശിച്ചു കൊണ്ട് നീങ്ങുന്ന സമയത്ത്, അതായത് രണ്ട് വസ്തുക്കളുടെയും പ്രതലം ഒന്നെങ്കിൽ തറയിലൂടെ ഏതെങ്കിലും ഒരു വസ്തു വലിച്ചു നീക്കുക, അങ്ങനെ ആ രീതിയിലൊക്കെ വരുന്ന സമയത്ത് രണ്ട് വസ്തുക്കളുടെയും പ്രതലം തമ്മിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ചലനത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു ബലം അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഘർഷണബലം. അതായത് if two objects moving together by touching each other, then if there is a opposite force which opposes this movement of object, അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാണ്. ആ ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഏത് കോറായിട്ട് ഏത് ചലനമാണ്, ഏത് മൂവ്മെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനെന്ത് ചെയ്യുന്നു, എതിർക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രതലത്തിലൂടെ നമ്മളൊരു കട്ടിയുള്ളൊരു പെട്ടി വലിച്ചു നീക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ചലനത്തെ എതിർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ശരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണത്തെ സഹായിക്കുക എന്നത് അതിന് കാരണമായത് റഫായിട്ടുള്ള സർഫസാണ്. ഈ സർഫസുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ റഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂവ്മെൻറ്റിനെ ബാധിക്കും, നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ, അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ റഫ്നെസ് പ്രതലത്തിൽ, അതായത് സർഫസിൽ റഫ്നെസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ആ ചലനത്തെ തടസ്സമാകുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വരുന്ന ഫോഴ്സിനെയാണ് ഇവിടെ എന്തുദ്ദേശിച്ചത്, ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ രണ്ട് നോട്ട്ബുക്കുകൾ എടുത്തിട്ട് രണ്ട് നോട്ട്ബുക്ക് എടുത്തിട്ട് ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ
നമുക്ക് അവിടെ ഒരു ചെറിയ ഘർഷണം, അതായത് ചെറിയൊരു ഫ്രിക്ഷൻ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ആ തെന്നി നീങ്ങുന്നത് തമ്മിൽ ഇത് നല്ല സ്മൂത്തായിട്ടുള്ള നോട്ടാണ്, അതുകൊണ്ട് വല്ലാണ്ട് ഫ്രിക്ഷനൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷെ ചില രണ്ട് വസ്തുക്കൾ നമ്മൾ എടുത്തിട്ട് തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് വെച്ചിട്ട് നീക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഘർഷണം, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. സ്ലൈഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത്. ഇത് നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ലൈഡിങ് ഫ്രിക്ഷൻ, അതായത് നിരങ്ങൽ ഘർഷണം എന്ന് വിളിക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഈ രണ്ട് സർഫസിനിടയിൽ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാൻ പറ്റും ഈ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ ഈസി, വളരെ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് റോളിംഗ് ഫ്രിക്ഷൻ, ഇവിടെയുള്ള ഫ്രിക്ഷൻ എന്താ വിളിക്കുന്നത്? റോളിംഗ് ഫ്രിക്ഷനാണ്. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഉരുളൽ ഘർഷണം എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഘർഷണത്തിൽ ഉരുളൽ ഘർഷണമാണ് കുറവ്. നിരങ്ങൽ ഘർഷണത്തേക്കാളും ഉരുളൽ ഘർഷണം എന്താണ്? കുറവാണ്. അതായത് സ്ലൈഡിങ് ഫ്രിക്ഷനാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്, എന്നാൽ റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? കുറവുള്ള ഘർഷണമാണ്. അതായത് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ. നമുക്കിനി പഠിക്കാനുള്ളത് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, അതേപോലെ അതിൻ്റെ ദോഷവശങ്ങളൊക്കെയാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമുക്ക് ഫ്രിക്ഷൻ കാരണം നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഏതെങ്കിലും വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പിടിക്കാൻ കഴിയുന്നത്. അതല്ല, ഫ്രിക്ഷൻ കുറവാണെങ്കിൽ ഏതൊരു വസ്തു പിടിക്കുമ്പോൾ അത് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ ആ ഗ്രിപ്പ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ പേനയും നമ്മുടെ കൈയും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഗ്രിപ്പ് കിട്ടുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ്റെ ഒരു മെറിറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസ് ടു ഹോൾഡ് തിങ്സ്. വസ്തുക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അത് സഹായിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫ്ലോറിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയുന്നത് ഫ്രിക്ഷൻ കാരണമാണ്, അല്ലേ? ഇനിയിപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത സംഭവങ്ങൾ നമുക്ക് വീട്ടിൽ വരാറുണ്ട്. അതായത് ടൈൽസിലൂടെയൊക്കെ വെള്ളമുള്ള സമയത്തോ അല്ലെങ്കിൽ നന്നായിട്ട് പിന്നെ സ്മൂത്തായിട്ടുള്ള സർഫസിലൂടെയൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ ഇല്ലാണ്ടാവും, അല്ലേ? ആ ഫ്രിക്ഷൻ ഇല്ലാതാവുന്ന സമയത്ത് നമ്മൾ സ്ലിപ്പായിട്ട് വീഴാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ തറയിലൂടെ നന്നായിട്ട് നടക്കാൻ കഴിയുക എന്നത് എന്തിൻ്റെ കാര്യമാണ്? ഫ്രിക്ഷൻ കാരണം നമ്മളൊരു ബെനിഫിറ്റാണ്, ഗുണമാണ്. അതേപോലെ തന്നെ വാഹനങ്ങൾ തെന്നാതെ പോകുന്നത്, ഇപ്പോൾ റോഡിൽ മഴക്കാലമാണ്, നമുക്കറിയാം എന്ത് ചെയ്യുന്നുണ്ട്? മഴവെള്ളം ഉണ്ടാകുമ്പോൾ വാഹനങ്ങളൊക്കെ തെന്നിപ്പോയിട്ട് അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ തെന്നാതെ പോകുന്നതും എന്തുകൊണ്ടാണ്? അത് സ്ലിപ്പാവാതെ നേരെ പോകുന്നത് ഫ്രിക്ഷൻ്റെ ഒരു മെറിറ്റാണ്, ബെനിഫിറ്റാണ്. എന്നാൽ ഫ്രിക്ഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്, അല്ലേ? അതിലൊന്നാണ് വാഹനങ്ങളുടെ ടയറൊക്കെ ഉരഞ്ഞ് പൊട്ടുന്നതും ഹീറ്റ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടിയർ ആൻഡ് വിയർ സംഭവിക്കാം ടയറുകൾക്ക്. അത് എന്താണ്? അതിൻ്റെ ഒരു ഡിമെറിറ്റാണ്, അതുകൊണ്ടുള്ള ദോഷമാണ്, ഫ്രിക്ഷൻ കാരണമുള്ള ദോഷമാണ്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ മെഷീൻ പാർട്സുകൾ തമ്മിൽ ഉരഞ്ഞിട്ട് അവിടെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം കൊണ്ട് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, മെഷീൻ പാർട്സ് പൊട്ടി കേടുവരുന്നു, ഡാമേജ് സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ ഡിമെറിറ്റാണ്. അപ്പോൾ ഈ രീതിയിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ്. അതായത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള വേസ് എന്തൊക്കെ ചെയ്യാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് ഒരു പുള്ളി ഉപയോഗിക്കും, കപ്പി എന്നൊക്കെ പറയും, അല്ലേ? ഇങ്ങനെ ഒരു റൗണ്ടിൽ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കയറിട്ടിട്ട് വെള്ളം മുക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചില സമയത്ത് ഘർഷണം കാരണം പുള്ളീസിന് ഈ കയറിനെ, ഈ റോപ്പിനെ ഇങ്ങനെ വലിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ശബ്ദമൊക്കെ പുറപ്പെടാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഗ്രീസ് അല്ലെങ്കിൽ എണ്ണയൊക്കെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലൂബ്രിക്കൻസ്, അതായത് എണ്ണ, ഗ്രീസ് പോലെയുള്ള വഴുവഴുപ്പുള്ള വസ്തുക്കൾ സ്മൂത്ത്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമുക്ക് ഘർഷണം കുറയ്ക്കാൻ കഴിയും. അല്ലെങ്കിൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? യൂസ് ലൂബ്രിക്കൻസ്. ഇതിന് മലയാളത്തിൽ നമ്മൾ സ്നേഹകം എന്നാണ് വിളിക്കുന്നത്. ലൂബ്രിക്കൻറ്റിൻ്റെ മലയാളം സ്നേഹകം എന്നാണ്. അപ്പോൾ സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻറ്റിന് ഉദാഹരണമാണ് ഓയിൽ, അതേപോലെ തന്നെ ഗ്രീസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് ബോൾ ബിയറിംഗ് ആണ്. ഇപ്പോൾ
ഇതുപോലെയുള്ള ബോൾസ് ബിയറിങ്, അതായത് ഇങ്ങനെ മെറ്റാലിക് ഷേപ്പിലും അതുപോലെ ഒന്നെങ്കിൽ ക്യാപ്സ്യൂൾ ഷേപ്പിൽ അല്ലെങ്കിൽ ബോൾ ഷേപ്പിൽ കാണപ്പെടുന്ന ചെറിയ മെറ്റാലിക് പീസസ് എവിടെ ഉപയോഗിക്കുന്നു, ഇങ്ങനെ മെഷീൻസിൻ്റെ ഫ്രിക്ഷൻ വരാവുന്ന പാർട്സിന് ഇടയിൽ ഉപയോഗിക്കും. ഇതിന് ബോൾ ബിയറിംഗ് എന്ന് വിളിക്കും. ബോൾ ഷേപ്പ് ആണെങ്കിൽ നീഡിൽ ബിയറിംഗ് എന്ന് വിളിക്കും. നീഡിൽ ഷേപ്പ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ നീഡിൽ ഷേപ്പ് ആണെങ്കിൽ നീഡിൽ ബിയറിംഗ് എന്ന് വിളിക്കും. ബോൾ ബിയറിങ്സ് എന്നാണ് വിളിക്കുന്നത്. ബോൾ ഷേപ്പ് ആണെങ്കിൽ. നീഡിൽ ഷേപ്പ് ആണെങ്കിൽ, അതായത് ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പ് ആണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നീഡിൽ ബിയറിങ്സ് എന്ന് വിളിക്കുന്നത്. അത് മലയാളത്തിൽ അത് തന്നെയാണ്. ബോൾ ബിയറിങ്, നീഡിൽ ബിയറിങ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോൾ ബിയറിങ്ങും നീഡിൽ ബിയറിങ്ങും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ് ഷേപ്പ് മാറ്റി കൊടുക്കുന്നത്. നമ്മൾ ചലിക്കുന്ന വസ്തുവിൻ്റെ ഷേപ്പ് മാറ്റി കൊടുക്കുക. അതായത് എയ്റോപ്ലെയിന്, അതുപോലെ ബോട്ടുകൾ, അതേപോലെ ഫിഷ്, ഇവരുടെയൊക്കെ ഷേപ്പ് നമുക്കറിയാലോ. ഫ്രണ്ട് ഭാഗം കൂർത്തിട്ട് അല്ലേ ഷേപ്പ്. അത് എന്തിനാണ്? ഇപ്പോൾ ഇതെല്ലാം ബോട്ട്, ഫിഷ് ഇതെല്ലാം ജലത്തിലൂടെ പോകുന്നതാണ്, വാട്ടറിലൂടെ മൂവ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. അപ്പം ആ വാട്ടറിനെ പിയേഴ്സ് ചെയ്തുകൊണ്ട്, അതായത് തുളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മൂവ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഷേപ്പാക്കി മാറ്റുന്നത്. അത് നമ്മൾ മലയാളത്തിൽ ധാരാരഹിതമാക്കൽ എന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ സ്ട്രീം ലൈനിങ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ കൂർത്ത ഷേപ്പ്. ഇപ്പോൾ എയ്റോപ്ലെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, മേഘങ്ങൾക്കിടയിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ സമയത്തൊക്കെ കൈകൾ കൂപ്പിയിട്ട് സ്പീഡിൽ നീന്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ ആ ഷേപ്പ് മാറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് കാണിക്കുന്നുണ്ട്. അതായത് രണ്ട് ജാർ എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് 2 ഷേപ്പിലുള്ള സ്റ്റോൺ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രീം ലൈനിങ് ചെയ്ത പോലെ കൂർത്ത ഫേസുള്ള സ്റ്റോണാണ് പെട്ടെന്ന് ജലത്തിലൂടെ താഴോട്ട് പോകുന്നതെന്ന് കാണാൻ പറ്റും. ഈ കൂർത്ത കല്ലും സാധാരണ കല്ലും എടുക്കുന്നു, പിന്നെ അവ എന്ത് ചെയ്യുന്നു, ജലത്തിലൂടെ ഇടുന്നു. അപ്പോൾ ഏത് കല്ലാണ് ആദ്യം എത്തുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂർത്ത കല്ലാണ് താഴെ എത്തുന്നത്. ശ്രദ്ധിക്കുക, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത്തരം എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൂർത്ത കല്ലാണ് പെട്ടെന്ന് എത്തുന്നത്. കാരണം എന്താണ്, അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ചലിക്കുന്ന സമയത്ത് ഘർഷണ ബലം കുറവായിരിക്കും, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് എങ്ങനെ ഇത് പെട്ടെന്ന് അതിന് ചലിക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഘർഷണ ബലം കുറക്കാൻ എന്തും കൂടെ സഹായിക്കുന്നുണ്ട്, ഈ വസ്തുക്കളുടെ സ്വഭാവം കൂടെ സഹായിക്കുന്നതിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് ഐസ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. കാരണം എന്താണ്, അതിൽ ജലാംശമൊക്കെ പുറത്ത് വന്നിട്ട് അത് സ്ലിപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുക്കളുടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവ വിശേഷം കൂടെ ഘർഷണത്തെ സ്വാധീനിക്കുന്നുണ്ട്, ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഘർഷണ ബലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിന്ന് അടുത്ത് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ വിലയിരുത്തൽ പേജിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കാറ് എയിൽ നിന്ന് ബിയിലോട്ട് 75 മീറ്റർ സഞ്ചരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേഗത 25 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. എന്നാൽ മറ്റൊന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലൂടെ ബിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 30 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അവിടെ ദൂരം കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് രണ്ടും കൂടെ 50ഉം 70ഉം കൂടെ കൂട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്താ ചോദിച്ചത്, ഏത് കാറാണ് ആദ്യം എത്തുന്നത് ചോദിച്ചപ്പോൾ എന്തായിരിക്കും നമ്മൾ എടുക്കേണ്ടത്, നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണോ എത്തിയത് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ കാർ എ എന്ന് പറയുന്നത് എടുത്ത ദൂരം വേഗത 25 മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. അതെടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 മീറ്റർ ആണ്. അപ്പോൾ ഇത് വേഗതയാണ്. അപ്പോൾ വേഗത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആയതുകൊണ്ട് ടൈമിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ടൈം ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം,
വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ടൈം കാണാൻ എന്ത് ചെയ്യാൻ മതി? ഈ വെലോസിറ്റിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ടൈം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? d/d. അപ്പോൾ 75-നെ എന്തുകൊണ്ട് ഹരിക്കണം? വെലോസിറ്റി ആയിട്ടുള്ള 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സമയം കാണാണ്ടി വരുമ്പോൾ എന്ത് ചെയ്യാം? ഈ v അങ്ങോട്ട് കൊണ്ടുപോയിട്ട് t ഇങ്ങോട്ട് വന്നാൽ മതി. അതുകൊണ്ടാണ് t സമം എന്ത് ചെയ്തത്? 75 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടിയത്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ 3 സെക്കൻഡാണ് കാർ എയുടെ സമയം. കാർ എ എത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. ഇനി കാർ ബിയുടെ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? തമ്മിൽ കൂട്ടണം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതും കൂടെ കൂട്ടിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ എത്രയാണ്? 50ഉം 70ഉം കൂടെ കൂട്ടിയിട്ട് എത്ര വരും? 120 എന്ന് വരുന്നുണ്ട് അല്ലേ? 120 എന്ന് വരുന്നുണ്ട്. അങ്ങനെയാകുമ്പം ടൈം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120-നെ എന്തുകൊണ്ട് ഹരിക്കണം? 30 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 അല്ലേ? 4 സെക്കൻഡ്. അപ്പോൾ നേരത്തെ കാർ എയുടേത് എന്തായിരുന്നു? കാർ എ 3 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തിയിട്ടുള്ള കാർ എ ആണ് ഏറ്റവും ആദ്യം എത്തിയത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡിയിലെത്തി. ദെൻ ബസ്സിൻ്റെ വേഗത 50 മീറ്റർ പെർ സെക്കൻഡ് പറയുന്നുണ്ട്. ദെൻ ദൂരം കാണാനാണ്. തന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. സമയം എന്ന് പറയുന്നത് 7 സെക്കൻഡാണ്. അതിൻ്റെ വേഗത എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? v × t ആണ്. അതായത് 50 × 7 എത്ര വരും? 350 മീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12,000 മീറ്റർ അകലെയുള്ള ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണം? ശബ്ദത്തിൻ്റെ വേഗത തന്നു. അപ്പോൾ ശബ്ദത്തിൻ്റെ വേഗതയും തന്നിട്ടുണ്ട്, ദൂരം തന്നിട്ടുണ്ട്, ദെൻ സമയമാണ് കാണേണ്ടത്. ഡി എന്ന് പറയുന്നത് 12,000 മീറ്റർ, വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ സമയം എന്ന് പറയുന്നതാണ് നമുക്ക് കാണേണ്ടത്. അത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ സമയം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. അതായത് 12,000-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വെലോസിറ്റി ആയിട്ടുള്ള 340 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ 1200-നെ 34 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിന് ചെറുതാക്കാൻ പറ്റുമോ നോക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ പകുതിയാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 17 വരും, മുകളിൽ 600 വരും. രണ്ടിൻ്റെയും ഹാഫാക്കിയാൽ ഇവിടെ എത്ര വരും? 600 വരും. ഇവിടെ 17 എന്ന് വരും. അപ്പോൾ 60-ൽ എത്ര? ഇവിടെ ഇതേ കാണുമല്ലോ, ഇതിന് ഇവിടെ എഴുതുന്നത്. നമ്മൾ 60-യെ
ഡിവൈഡ് ചെയ്യാൻ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എത്ര പ്രാവശ്യം പോകും? ഏതായാലും 6 തവണ കഴിയും അല്ലേ? 5 തവണ പോകാൻ നോക്കാം. നമുക്ക് 3 തവണയാണ് പോവുക. അപ്പോൾ 3 17 21 വെച്ചാൽ 51 കുറച്ചവിടെ 9. ഇപ്പോൾ 90 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. അപ്പോൾ എത്രയുണ്ട്? 35 സംതിങ് വരും. അപ്പം 35 സെക്കൻഡ് എന്ന് കിട്ടും. 35 സെക്കൻഡ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിലൊരു പദസൂര്യൻ നിർമ്മിക്കാനുണ്ട്. അത് ബലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതൊക്കെ രീതിയിൽ ബലം പ്രയോജനപ്പെടുത്തുന്നു അത് ആ കാര്യങ്ങൾ എഴുതിയിട്ട് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം.